ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇത് കട്ടയ്ക്ക് റെയിനും ഉണ്ട് കേട്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒത്തിരി നാളായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പം ഷോർട്സൊക്കെ വെച്ച് അങ്ങനെ പോവായിരുന്നു. പിന്നെ നല്ല മടിയായിരുന്നു, അതാണ് പറയേണ്ടത്. അപ്പം ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ ഇന്ന്. കാരണം ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ ദിവസങ്ങളാണ് ഞാനെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം. കാരണം ഫ്രൈഡേ നമുക്ക് ഇവിടെ ഓഫ് ആയതുകൊണ്ട് അത്രയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് അത്രയും സമയം പോകുമല്ലോ. അപ്പോൾ ഞാൻ തേഴ്സ്ഡേ എല്ലാതും ഒതുക്കി സെറ്റാക്കി വെക്കുകയും, അപ്പോൾ ഒത്തിരി തുണികളും പിന്നെ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു, ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ മടക്കി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റെയിൻ ഓരോന്ന് വന്ന് അങ്ങോട്ട് വലിച്ചിടലും പിടിക്കലൊക്കെ ഉണ്ട്, സഹായിക്കുന്നതാണ് കേട്ടോ എന്നെ, അല്ലാതെ കുറുമ്പെടുക്കുകയെന്നല്ല. പിന്നെ ഒത്തിരി ഡ്രസ്സുകൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓഫീസിലോട്ടിട്ട് കൊണ്ടുപോകുന്ന ഷർട്ടും പാൻറ്റൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെ തിരുമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ, നമ്മൾ ഡെയിലി യൂസിനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാൻറ്റും പോക്കറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണി എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇന്നൊന്നും കിട്ടിയില്ല. ഇന്ന് കിട്ടിയത് ഫുള്ള് ടിഷ്യൂ ആണ് കേട്ടോ. ഓഫീസിലുള്ള എല്ലാ ടിഷ്യൂം ആളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലുണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് നോക്കിയിട്ടൊക്കെ അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് അലക്കാനൊക്കെ ആയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അവിടെ വെച്ച് ഇങ്ങോട്ട് പോന്നു. പിന്നെ നമുക്ക് അടിച്ച് വാരലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അലക്കലും പരിപാടികളൊക്കെ ഉള്ളു. അപ്പോൾ ആ സോഫയും ഈ റൂമിലുണ്ടായിരുന്ന സോഫയൊക്കെ ഒന്ന് ഒതുക്കി, അതിൻ്റെ അടിയിൽ നിറയെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് റെയിനൊരു ടോയ്സ് മുഴുവൻ അതിൻ്റെ അടിയിലുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അടിച്ചു വാരലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ കിച്ചണിലോട്ട് എത്തിയപ്പം പാത്രങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്ന കണ്ടിട്ടൊന്നും തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് മടി പിടിച്ചൊരു ദിവസമായിരുന്നേ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടു. നല്ല മടിയായിരുന്നു കേട്ടോ. അപ്പം അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതേ ഓഫീസിൽ നിന്ന് നമ്മുടെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. പപ്പ എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ കയ്യിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു. റെയിനും അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. ഒന്നുമില്ല, ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ, പിന്നെ ഇത് എന്ത് പറ്റിയെന്നൊക്കെ. എന്തായാലും ജ്യൂസ് കിട്ടിയത് കാര്യമായി, കാരണം നല്ല ടയേർഡായിട്ടിരിക്കുമായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലൊന്നുമില്ല. എനിക്കത് പിന്നെ മൊത്തം തീർത്തിട്ട് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഓൺലൈനിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി. അപ്പോഴത്തേക്കിനും ആൾക്ക് പിന്നെ ഫോണൊക്കെ വന്നപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ ഇങ്ങോട്ട് അടുക്കളയിൽ എനിക്ക് പാത്രങ്ങൾ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആളുകളുടെ വർക്കായിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് കിച്ചണിലോട്ട് പോകുന്നു. എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിടണം മൊത്തത്തിൽ. കിച്ചൺ എന്നും രാവിലെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് സാധാരണ ചെയ്തിടുന്നതാണ്. പക്ഷെ ഇന്നും അങ്ങനെ വെച്ചു. അങ്ങനെ നല്ല മടിയായിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ റെയിനിൻ്റെ കൂടെ റെയിനും ഇച്ചിരി എണീറ്റ് വന്നപ്പോൾ ഇച്ചിരി വഴക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാനും ഇതിനൊക്കെ ആയിട്ട് നിന്നു. നമ്മളെപ്പോഴും വീട്ടിലെ പണികളെന്ന് വെച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുങ്ങളുടെ കൂടെ അങ്ങനെ കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഇടയ്ക്ക് ഇതുപോലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഇടും. അത് കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ കളിച്ച് പിന്നെ എന്തായാലും ചെയ്യാമല്ലോ. പിന്നെ ആരും വന്ന് നോക്കാനൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ടേ. അപ്പം എന്നതാണ് കൂടുതലുണ്ടായത്. പിന്നെ അവൻ്റെ ഇടയ്ക്ക് അവന് ഫുഡ് കൊടുക്കാൻ പോയി. അപ്പോൾ അതൊക്കെ ആയപ്പം നല്ലപോലെ ലേറ്റ് ആയതാണ് കേട്ടോ. അങ്ങനത്തെ കിച്ചൺ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇടയ്ക്ക് പോയിട്ട് റെയിനോനൊന്ന് ഉറക്കായിരുന്നു കേട്ടോ. കാരണം അവൻ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണികൾ ഇനിയും വൈകും. അപ്പോൾ അതുകൊണ്ട് അവനൊന്ന് ഉറക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്ന് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിടുവാണ്. ഫ്രിഡ്ജ് മന്ത്ലി വൺസൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിടുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ മന്ത് ആയതുകൊണ്ട് തന്നെ എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി എല്ലാം വാങ്ങിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ എന്തായാലും പിന്നെ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. പിന്നെ ഇവിടെ ക്ലീനിങ് പരിപാടികൾ ഡെയിലി നടക്കുന്നത് തന്നെയാണ് കേട്ടോ. അടിച്ചു വാരലും തുടയ്ക്കാതെ ഞാൻ എന്തായാലും ഇരിക്കത്തില്ല. ഡെയിലി അടിച്ചു വാരി തുടയ്ക്കും, അത് മസ്റ്റാണ്. കാരണം നമ്മുടെ ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ, ഫ്ലാറ്റല്ല, ഒരുവിധം എല്ലാ വീടുകളും വില്ലകളിലൊക്കെ ഉള്ളത് തന്നെയാണ്. പാറ്റയും മൂട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ. പാറ്റശല്യം മൂട്ടശല്യമൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ആദ്യം നിന്നിരുന്ന ഫ്ലാറ്റും അതുപോലെ 2 BHK തന്നെയായിരുന്നു. നല്ല ഫ്ലാറ്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു. കിച്ചൺ ഇച്ചിരി ചെറുതായിരുന്നു, പക്ഷേ ഭയങ്കരമായിട്ട് പാറ്റശല്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ ഫ്ലാറ്റ് മാറാൻ തന്നെ കാരണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് പാറ്റകളെ കൊണ്ടൊന്നും ശല്യമില്ല. പക്ഷെ എന്നാലും ഉണ്ട്, നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് കാരണം തന്നെ നമ്മളത് ഡെയിലി അത് ക്ലീൻ ചെയ്ത് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഫ്ലാറ്റായിപ്പോയി. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇനി അടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ റെയിൻ ഉറങ്ങില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് നേരം വന്ന് കിടന്ന് കുറച്ച് നേരം അങ്ങനെ അവൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നു. ഫോണിലൊക്കെ നോക്കി അങ്ങനെ റീൽസൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അലക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാത്റൂമിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പം അലക്കണം, പിന്നെ ബാത്റൂം ഒന്ന് കഴുകണം. ബാത്റൂമും വീക്ക്ലി വൺസ് എന്തായാലും 1 to 2 ഒക്കെ ആയിട്ട് ബാത്റൂം എന്തായാലും ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം പിന്നെ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഇച്ചിരി എണ്ണ മെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നല്ലപോലെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഇടും. പിന്നെ ഇനി ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം കൂടി ക്ലീൻ ചെയ്യും. അങ്ങനെ 2 ദിവസമൊക്കെ ആയിട്ട് ചിലപ്പം ക്ലീൻ ചെയ്തിടും. പിന്നെ ഞാൻ നേരെ ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ഈവനിങ് നമ്മൾ വിളക്ക് വയ്ക്കേണ്ട സമയമൊക്കെ ആയിട്ടോ. ഞാൻ വന്നിട്ട് പിന്നെ നേരെ വന്നിട്ട് ടി വിയിൽ നമ്മുടെ ഈ പാട്ട് വെച്ചായിരുന്നേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 പാട്ടാണ് കേട്ടോ അത്. അപ്പം അത് എന്നും വൈകുന്നേരം അങ്ങനെ വെച്ച് അങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കിനും പിന്നെ റെയിൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ പിന്നെ കുറേ നേരം ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഓഫീസിലോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് രശ്മിച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് നെസ്റ്റോലോട്ട്. അവിടെ പോയി ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു. പിന്നെ രശ്മിച്ചിക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. അപ്പം ഈ ഗിഫ്റ്റ് ഓൾറെഡി ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ഇതേപോലെ വന്നപ്പം പുള്ളിക്കാരിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം ഞാനതങ്ങനെ അന്ന് ഞാൻ നോക്കി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇപ്രാവശ്യം എന്താണ് ആ പേര് എഴുതിയിരുന്നപ്പോൾ നല്ല ഭംഗിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. സാധാരണ കോളാക്കി തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ വന്ന് ഞങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സുനിലേട്ടനും നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിള്ളേർ രക്ഷയില്ല, എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് വന്നിരിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവരെല്ലാവരും ഒന്നിച്ച് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും പപ്പേനെ കൊണ്ട് വണ്ടികൾ ശരിയാക്കിക്കുന്നതാണ് കേട്ടോ ഈ കാണണേ. അങ്ങനെ ഈ വണ്ടികളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ വണ്ടികളും എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ റെയിനുൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റെയിൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്